ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വെണ്ടക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ 1/4 കിലോ വെണ്ടക്ക എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇനി ഇതിന് വേറെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വെണ്ടക്ക 1/4 കിലോ, 3 തക്കാളി അരച്ചെടുത്തത്, തേങ്ങ 1/4 ഭാഗം, ഒരു സവാള അരച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കസകസ 1/4 ടീസ്പൂൺ, എണ്ണ 5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. അതിന് നമുക്ക് വെണ്ടക്ക വഴറ്റിയെടുക്കണം. അതിനായി ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും വെണ്ടക്ക ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റണം. ഇപ്പം നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ വെണ്ടക്കയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് കസകസ ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണം മാറിയതും നമുക്ക് സവാള അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ച മണം മാറിയതും നമുക്കിതിലേക്ക് തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ചിടണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ചിടാൻ മറക്കരുത്. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെണ്ടക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.